ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസത്തിലേക്ക് പോവുകയാണ്. പാനൂർ ബോംബ് സ്ഫോടനം. അതെ, പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ അലയൊലികൾ ഇപ്പോഴും അടങ്ങിയിട്ടില്ല. അത് വടകര മണ്ഡലത്തിൽ മാത്രമല്ല, അതിന് ചുറ്റുപാടുമുള്ള മണ്ഡലങ്ങളിലും പൊതുരാഷ്ട്രീയത്തിലും, അതായത് അക്രമ രാഷ്ട്രീയം എന്നുള്ള നിലയിൽ അത് ഇപ്പോഴും റെസണേറ്റ് ചെയ്യുന്നുണ്ട്. അത് വീണ്ടും വലിയൊരു ചർച്ചാ വിഷയമായി കേരള സമൂഹത്തിൽ ഉയർന്നു വന്നു ഈ തെരഞ്ഞെടുപ്പിനിടയിൽ. എന്താണ് അതിന്റെ ഉത്തരം? പാനൂർ ബോംബ് സ്ഫോടനം ഈ തിരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തുമോ എന്ന് ചോദിക്കുമ്പോൾ ചെലുത്തും എന്നാണ് 41% പേരും പറയുന്നത്. 30% പേർ മാത്രമേ അത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല എന്നുള്ളത് പറയുന്നു. അഭിലാഷ്, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കേരളത്തിൽ മൊത്തത്തിൽ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവരിൽ നിന്നുള്ള പ്രതികരണമാണിത്. അത് പാനൂരിലും പരിസര പ്രദേശങ്ങളിലും അതിനുള്ള തൊട്ടടുത്തുള്ള മണ്ഡലങ്ങളിൽ ഇത് വലിയ രീതിയിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാനല്ലേ അപ്പൊ സാധ്യതയുണ്ട്. അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഇതൊരു ചർച്ചയാക്കാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ടാണ് കല്യോട്ടെ ഇരട്ട കൊലപാതകം ഉണ്ടാകുന്നത്. ശരത് ലാൽ, കൃപേഷ് എന്നീ രണ്ട് ചെറുപ്പക്കാരായി കൊല്ലപ്പെടുന്നു. കാസർഗോഡ് ഫലം മാറ്റിമറിക്കുന്നതിൽ അത് വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഒരു ഘടകമായി മാറി. കാസർഗോഡ് മാത്രമല്ല, അത് പലയിടത്തും ചർച്ചയായി. അതിവൈകാരികമായ രംഗങ്ങൾ ഉണ്ടായി. അത് ഇടതുമുന്നണിക്ക് തിരിച്ചടി ഉണ്ടാകാൻ നിരവധി ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഇതൊരു സിംഗിൾ റീസൺ അല്ലെങ്കിൽ പോലും ആ ഘടകങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഘടകം അതായിരുന്നു കല്യോട്ട ഇരട്ടക്കൊലപാതകമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിന് സമയത്ത് പാനൂർ ബോംബ് സ്ഫോടനം. എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും ഇത് പാടില്ല എന്ന് നിയന്ത്രിക്കാൻ CPM എന്തുകൊണ്ട്? അത് ബ്രഹ്മാസുരന് വരം കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഇവിടെ ഒരു അക്രമ കേസിൽ പ്രതികളായ RSS പ്രവർത്തകരോട് പകരം വീട്ടാൻ അവിടെ ലോക്കൽ തലത്തിൽ ഒരുങ്ങുമ്പോൾ പാർട്ടി അതിന് അനുമതി കൊടുക്കുന്നില്ല. അപ്പോൾ ആ നിലയിൽ അവിടുത്തെ പക്ഷേ സജീവ CPM പ്രവർത്തകരും DYFI ഭാരവാഹികളും ഒക്കെ തന്നെയാണ് ഈ കാര്യത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അപ്പോൾ അവർക്ക് നോക്കൂ, ഈ ഗോത്ര രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുപ്പ് വരുന്നോ, തോക്കുമോ ജയിക്കുമോ എന്നൊന്നുമുള്ള പ്രശ്നം ശത്രുവിനെ നിഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ മനോനിലയിൽ നിന്ന് പ്രവർത്തകരെ പുറത്തു കൊണ്ടുവരിക എന്ന് പറയുന്നത് വരും കാലത്ത് ഒരു രാഷ്ട്രീയ ദൗത്യമായി ഏറ്റെടുക്കേണ്ടി വരും CPM പോലൊരു പാർട്ടികൾ. ഇത് CPM മാത്രം ബാധകമാവുന്ന കാര്യമല്ല. ഇതേ വടകര മണ്ഡലത്തിൽപ്പെട്ട നാദാപുരത്ത് 5 ലീഗ് പ്രവർത്തകർ മുമ്പ് ഇതുപോലെ ബോംബ് ഉണ്ടാക്കുന്നതിനിടെ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബോംബ് രാഷ്ട്രീയം ഒക്കെ ജനാധിപത്യം തിരസ്കരിക്കുന്ന ഹീനമായ നമ്മുടെ ആധുനിക രാഷ്ട്രീയത്തിന്റെ പുറത്തു നിർത്തേണ്ട ഒന്നാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തുകയേ വഴിയുള്ളൂ.